നിങ്ങളുടെ ഡ്രമ്മിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കരുത് ഈ ബിസിനസ് നടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെണ്ട അടിക്കുന്ന ആളാകുന്നതിന് പകരം ചെണ്ട അടിയിനെ സൂപ്പർവൈസ് ചെയ്യുന്ന കണ്ടക്ടറായിട്ട് നിങ്ങൾ മാറണം. നിങ്ങളുടെ ബിസിനസ് ട്രൂലി നെക്സ്റ്റ് ലെവലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കേണ്ട ഒരു മെറ്റഫറാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡ്രമ്മർ വേഴ്സസ് കണ്ടക്ടർ. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഒരു ഓർക്കസ്ട്രയിൽ ചെണ്ട അടിക്കുന്ന ആളാണെന്നിരിക്കട്ടെ. അപ്പം ചെണ്ട അടിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ കോമ്പിറ്റൻസും അസസ് ചെയ്യുന്നത് എത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെണ്ട അടിക്കാം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലേ? അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ നല്ലതായിട്ട് ചെണ്ട അടിച്ചാൽ നിങ്ങൾക്ക് നല്ല റിവാർഡ് കിട്ടും. ചെറുതായിട്ട് ചെണ്ട അടിച്ചാൽ നിങ്ങൾ എന്താ അന്നത്തെ ചെണ്ടയടി ശരിയായില്ലല്ലോ എന്ന് പറയും. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളൊരു ടെക്നീഷ്യനായിട്ട് നിൽക്കുവാണെങ്കിൽ, ആർട്ടിസ്റ്റായിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒരുപാട് വളരാനുള്ള പോസിബിലിറ്റി കുറവാണ്. അതേസമയം നിങ്ങൾ ആർട്ടിസ്റ്റുകളെ മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയായി മാറിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇലക്ട്രീഷ്യനാണ്, ഒരു ആർട്ടിസ്റ്റാണ്, ഇലക്ട്രിക്കൽ ആർട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. വയറിങ് ആർട്ട് ചെയ്യുന്നുണ്ട്, ബൾബ് പിടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മോട്ടർ പിടിപ്പിക്കുന്നുണ്ട്, പ്ലഗ് പിടിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ആർട്ടിസ്ട്രിയാണ്, അല്ലേ? അപ്പം ഈ ആർട്ടിസ്ട്രി നിങ്ങൾ എത്ര മാസ്റ്റർ ചെയ്താലും നിങ്ങളുടെ ബിസിനസ്സിൽ ലെവറേജ് കുറവാണ്. ലെവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആർക്കിമിഡീസ് എന്ന് പറഞ്ഞേക്കുന്ന നമ്മളുടെ സയൻറ്റിസ്റ്റ് പറഞ്ഞേക്കുന്നത് ലെവർ എന്ന് പറഞ്ഞേക്കുന്ന നമ്മളെ സംബന്ധിച്ചുള്ള കമ്പിപ്പാര പോലെ ഒരു ലെവറുണ്ട്. അത് ലോങ് ഇനഫ് ആയിട്ടുള്ള ലെവർ ഉണ്ടെങ്കിൽ അത് വെക്കാനൊരു സ്ഥലവും എനിക്ക് തരുവാണ്, എനിക്ക് അതുകൊണ്ട് ഭൂമിയെ ഉയർത്താം എന്നാണ് ആർക്കിമിഡീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഭൂമിയെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രമ്മിങ്ങിനെ ബേസ് ചെയ്തിട്ടായിരിക്കരുത് ഈ ബിസിനസ് നടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെണ്ട അടിക്കുന്ന ആളാകുന്നതിന് പകരം ചെണ്ട അടിയിനെ സൂപ്പർവൈസ് ചെയ്യുന്ന കണ്ടക്ടറായിട്ട് നിങ്ങൾ മാറണം. ചെണ്ട അടിയിനെ സൂപ്പർവൈസ് ചെയ്യുന്ന കണ്ടക്ടറായിട്ട് നിങ്ങൾ മാറിയാലാണ് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുള്ളൂ. ഇതിനാണ് കണ്ടക്ടർ വേഴ്സസ് ഡ്രമ്മർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് സ്പേസിലാണ്, സെയിൽസിലോ ബിസിനസ്സിലോ തന്നെ, മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ ഓപ്പറേഷൻസിലോ അല്ലെങ്കിൽ സ്കെയിലിങ്ങിലോ, എവിടെയാണ്, ഏത് ബിസിനസ് ഡൊമൈനിലാണ്, അല്ലെ മാനുഫാക്ചറിങ്ങിലോ അല്ലെ ഇൻവെൻഷനിലോ, എവിടെയാണ് നിങ്ങളൊരു ചെണ്ടയടിക്കാരനായിട്ട് സ്റ്റേ ചെയ്യുന്നത്? നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെ. എവിടെയാണ് നിങ്ങൾ ഓൾറെഡി ഒരു കണ്ടക്ടർ ആയേക്കുന്നത്? കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കസ്ട്ര ഇങ്ങനെ വടി വെച്ചിട്ട് ഇങ്ങനെ പൊക്കിയും താത്തിയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ, അവരാണ് കണ്ടക്ടേഴ്സ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള റവന്യൂ മോഡൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാത്ത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ പാത്ത് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടക്ടറായി മാറിയിരിക്കണം. നിങ്ങളുടെ ഹാബിറ്റ് നിങ്ങളെ പുള്ള് ചെയ്യുന്നത് ചെണ്ടയടിയിലേക്കാണ്. ആ ചെണ്ട അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം ജീവിതകാലം മുഴുവൻ നിങ്ങൾ ചെണ്ടയടിക്കാരനായി പെരുന്നാളിനും അമ്പലപ്പറമ്പിലും പോയി ചെണ്ടയടിക്കുന്ന ആളായിട്ട് നിങ്ങൾ തീരാം. ആ സിറ്റുവേഷൻ ഒഴിവാക്കാതിനായിട്ട് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ചെണ്ടയടിക്കാരെ മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക. ഹൗ ടു മാനേജ് പീപ്പിൾ, ഹൗ ടു ബിൽഡ് എ ടീം, ഹൗ ടു ഹയർ പീപ്പിൾ, ഇതുപോലുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ട് ആ എഡ്യൂക്കേഷനിലൂടെ നിങ്ങൾ ഒരു കണ്ടക്ടറായി മാറുക. അങ്ങനെ ഒരു കണ്ടക്ടർ ആകുന്ന ഒരാളാണ് ഒരു CEO ആയേക്കുന്നത്. അവർക്ക് ചെണ്ടയടിക്കാൻ അറിയാമോ? തീർച്ചയായിട്ടും അറിയാം. ആവശ്യമെന്ന് അവർ ചെണ്ടയടിക്കൂ? തീർച്ചയായിട്ടും അടിക്കും. പക്ഷെ ചെണ്ടയടി അല്ല അവരുടെ തൊഴിൽ. നിങ്ങളുടെ തൊഴിൽ ഓർക്കസ്ട്രയാണ്. ചെണ്ടയടിക്കാരുണ്ട്, ഗിത്താറിസ്റ്റുകളുണ്ട്, മറ്റേ ഹാർമോണിയം വായിക്കുന്നവരുണ്ട്, വീണ വായിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ടാവും. ഇവരെല്ലാവരെയും ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ഓർക്കസ്ട്ര മാനേജറാണ് നിങ്ങൾ. ആ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളുടെ ബിസിനസ് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് ലെവറുണ്ട്. മാനേജ്മെൻ്റ് ആണ് ലെവർ, പീപ്പിളാണ് ലെവർ. ആ പീപ്പിൾ യൂസ് ചെയ്ത് നിങ്ങളെ സംബന്ധിച്ചോളം അത് വെക്കാനായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഫൗണ്ടേഷനാകുന്ന നിങ്ങളുടെ ബിസിനസ് ഉണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചോളം ആർക്കിമിഡീസ് പറഞ്ഞ പോലെ നിങ്ങളുടെ ലോകത്തെ നിങ്ങൾക്ക് പിടിച്ച് ഉയർത്താം. ഓൾ സീ നെക്സ്റ്റ് ടൈം.